നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ പെരുന്ന എന്ന കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ താരകാസുരനെ വധിച്ച ശേഷം അത്യുഗ്രഭാവത്തിൽ നിൽക്കുന്ന സുബ്രഹ്മണ്യനാണ്. കൂടാതെ ഉപദേവതകളായി ഗണപതി, ശിവൻ, ശ്രീകൃഷ്ണൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ദർശനം നടത്തിയ ക്ഷേത്രമാണിത്. 1937 നടത്തിയ കേരള സന്ദർശനത്തിനിടയിലാണ് അദ്ദേഹം ഇവിടെ വന്നതും സുബ്രഹ്മണ്യനെ ഭജിച്ച് ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയതും. വൃശ്ചിക മാസത്തിൽ തൃക്കാർത്തിക നാളിൽ കൊടിയേറി നടത്തുന്ന 10 ദിവസത്തെ ഉത്സവം, മകരമാസത്തിലെ തൈപ്പൂയം, തുലാമാസത്തിലെ സ്കന്ദഷഷ്ഠി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. കൂടാതെ എല്ലാ മാസത്തിലെയും വെളുത്ത പക്ഷത്തിലെ ഷഷ്ഠി, ചൊവ്വാഴ്ച തുടങ്ങിയവയും വിശേഷങ്ങളാണ്. കേരള ഊരാന്മാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. പെരുന്ന ദേശത്തിന്റെ ഒത്ത നടുക്ക് മെയിൻ സെൻട്രൽ റോഡിൽ നിന്ന് അല്പം പടിഞ്ഞാറു മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം. പ്രധാന പാതയിൽ നിന്ന് തിരിയുന്ന സ്ഥലത്ത് ക്ഷേത്രത്തിന്റെ പേരെഴുതിയ അലങ്കാര ഗോപുരം കാണാം. ഇതിനടുത്തായി ധാരാളം കടകമ്പോളങ്ങളും കാണാം. ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഉഗ്രരൂപത്തെ ആരാധിക്കുന്നു. വേൽ താഴേക്ക് ചൂണ്ടിയിരിക്കുന്നു. സുബ്രഹ്മണ്യ സ്വാമിയെ ദേവസേനാപതിയുടെ രൂപത്തിലാണ് ഇവിടെ ആരാധിക്കുന്നത്. വിശുദ്ധ ശക്തികളുടെ പരമോന്നത സേനാപതി. താരകാസുരനെ വധിച്ചതിനാൽ ദേവൻ കോപാകുലനുമാണ്. മിക്ക ക്ഷേത്രങ്ങളിലും കാണുന്നതുപോലെ കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്നു. ഉഗ്രരൂപമുള്ള ഒരേയൊരു ക്ഷേത്രമാണിത്. മഹാഗണപതി, കൃഷ്ണൻ, പരമശിവൻ, നാഗദൈവങ്ങൾ എന്നിവ മറ്റ് പ്രതിഷ്ഠകളാണ്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ കവാടത്തിൽ വട്ടേശത്തു അക്ഷരമാലയിലുള്ള ലിഖിതങ്ങൾ കാണാം. 10ാം നൂറ്റാണ്ടിൽ കുലശേഖര കൊയിലധികാരിയുടെ ഭരണകാലത്താണ് ഇവ എഴുതപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. ധാരാളം ക്ഷേത്രങ്ങളുള്ള ഒരു പുണ്യ സ്ഥലമാണ് പെരുന്ന. ചൊവ്വാഴ്ച ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ്. നമ്പൂതിരി ബ്രാഹ്മണ പുരോഹിതന്മാരാണ് പൂജ നടത്തുന്നത്. ഡിസംബർ, ജനുവരി മാസങ്ങളാണ് ക്ഷേത്രത്തിലെ ഉത്സവം. ഏകദേശം 500 വർഷം മുമ്പ് പെരുന്നയ്ക്കടുത്ത് ഉമ്പിഴി എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. പെരുന്നയെപ്പോലെ പേരുകേട്ട ഒരു ബ്രാഹ്മണ സങ്കേതമായിരുന്നു ഇവിടവും. എന്നാൽ പെരുന്ന ഗ്രാമക്കാർ തികഞ്ഞ സാത്വികരായിരുന്നെങ്കിൽ ഉമ്പിഴി ഗ്രാമക്കാർ ദുർമന്ത്രവാദികളും ദുഷ്ടന്മാരുമായിരുന്നു. ശൈവരായിരുന്ന പെരുന്ന ഗ്രാമക്കാരുടെ ഗ്രാമക്ഷേത്രം ഇന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സ്ഥിതി ചെയ്യുന്ന കീഴ്കുളങ്ങര മഹാദേവ ക്ഷേത്രമായിരുന്നു. ശിവന്റെ അനുഗ്രഹം മൂലം പെരുന്നക്കാർ ശക്തരാകുന്നത് ഉമ്പിഴിക്കാരെ കുറച്ചൊന്നുമല്ല അസൂയപ്പെടുത്തിയത്. അവർ നിരവധി ഹീനപ്രവർത്തികൾ പെരുന്നയ്ക്കു നേരെ പ്രയോഗിച്ചു. എന്നാൽ കീഴ്കുളങ്ങര മഹാദേവന്റെ അനുഗ്രഹം മൂലം പെരുന്നക്കാർ അത്തരം ദുരന്തങ്ങളെ ശക്തമായി അതിജീവിച്ചു.
ഇത് ഉമ്പിഴിക്കാരെ വീണ്ടും പ്രകോപിപ്പിച്ചു. അവർ കീഴ്ക്കുളങ്ങര ക്ഷേത്രം ആക്രമിക്കുകയും അടിച്ചു തകർക്കുകയും ചെയ്തു. എന്നാൽ അവിടുത്തെ ശിവലിംഗം അത്യത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതിൽ ദുഃഖിതരായി മാറിയ പെരുന്ന ദേശക്കാർ തുടർന്ന് പ്രശ്നം വച്ചു നോക്കിയപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ക്ഷേത്രമുണ്ടാകേണ്ടതിന്റെ ആവശ്യം തെളിയുകയും സുബ്രഹ്മണ്യ പ്രീതിക്കായുള്ള വഴി ആരായുകയും ചെയ്തു. പ്രശ്നത്തിൽ തെളിഞ്ഞതനുസരിച്ച് പടിഞ്ഞാറ്റും ഭാഗം ഇടമനയില്ലത്തെ നമ്പൂതിരി പ്രസിദ്ധമായ പഴനി ദണ്ഡായുധപാണി ക്ഷേത്രത്തിൽ പോയി ഭജനമിരിക്കുകയും ഭജനത്തിന്റെ അവസാന ദിവസം അദ്ദേഹത്തിന് സുബ്രഹ്മണ്യ സ്വാമി സ്വപ്നദർശനം നൽകുകയും ചെയ്തു. പത്തനംതിട്ടയ്ക്കടുത്ത് കൊടുന്തറ എന്ന സ്ഥലത്തുള്ള തന്റെ ക്ഷേത്രത്തിനടുത്തുകൂടെ ഒഴുകുന്ന അച്ഛൻ കോവിലാറ്റിൽ മഹർഷീശ്വരന്മാർ പൂജിച്ചു വന്നിരുന്ന തന്റെ ഒരു വിഗ്രഹമുണ്ടെന്നും അതെടുത്തുകൊണ്ടുവന്ന് പെരുന്നയിൽ പ്രതിഷ്ഠിക്കണമെന്നും സ്വപ്നത്തിൽ സുബ്രഹ്മണ്യ സ്വാമി അരുൾ ചെയ്തു. ഈ ദർശനത്തിനു ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയ നമ്പൂതിരി ഏതാനും സഹായികളോടൊപ്പം കൊടുന്തറയിലെത്തുകയും അച്ഛൻ കോവിലാറ്റിൽ നിന്ന് വിഗ്രഹം കണ്ടെടുക്കുകയും ആഘോഷമായി പെരുന്നയിലേക്ക് എഴുന്നള്ളിക്കുകയും ചെയ്തു. വരുന്ന വഴിയിൽ തിരുവല്ലയ്ക്കടുത്തുള്ള വേങ്ങൽ എന്ന സ്ഥലത്ത് ഇവർ തങ്ങുകയുണ്ടായി. ഇതിന്റെ സ്മരണയിൽ അവിടെയും ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉയർന്നു വരികയുണ്ടായി. ഇന്നത് പെരുന്ന സുബ്രഹ്മണ്യന്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. പ്രതിഷ്ഠാ ദിവസമായപ്പോഴേക്കും ഉമ്പിഴി ഗ്രാമക്കാർ തോൽവി മണത്തു തുടങ്ങിയിരുന്നു. അവസാനത്തെ ശ്രമമെന്നോണം അവർ ഒരു ദുർദേവതയെ പ്രീതിപ്പെടുത്തുകയും പെരുന്ന ക്ഷേത്രം തകർക്കാനായി അതിനെ പറഞ്ഞുവിടുകയും ചെയ്തു. താൻ ആവാഹിച്ചെടുത്ത ദേവതയെ നമ്പൂതിരിയെ പിന്നീടൊരു ഭദ്രകാളി വിഗ്രഹത്തിൽ ചേർത്ത് പുതിയൊരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. ഈ ക്ഷേത്രമാണ് ഇപ്പോൾ മരണത്തുകാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ പെരുന്ന ഗ്രാമവും ക്ഷേത്രവും പ്രൗഢിയിൽ വിളങ്ങാൻ തുടങ്ങി. താരകാസുരനെ വധിച്ച ശേഷം അത്യുഗ്രഭാവത്തിൽ നിൽക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഇടിച്ചു പിഴിഞ്ഞ പായസവും തുലാപായസവും പഞ്ചാമൃതവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. കൂടാതെ അഭിഷേകവും നാരങ്ങാമാല ചാർത്തലും പ്രധാനമാണ്. ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ദർശനം നടത്തിയ ക്ഷേത്രം എന്നൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. കേരള സന്ദർശനം നടത്തുന്നതിനിടയിലാണ് 1937 അദ്ദേഹം സുബ്രഹ്മണ്യ സ്വാമിയെ ഇവിടെ വന്ന് ദർശനം നടത്തുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.